ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ് കാലത്തിലെ രണ്ടാം ഞായർ. ഈശോയോടൊത്തുള്ള യാത്രയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈശോയോട് ചേർന്ന് മരുഭൂമിയിലേക്ക് പോയി. ഇന്ന് നമ്മൾ ഈശോയോട് ചേർന്ന് മലമുകളിലേക്ക് പോവുകയാണ്. നമ്മൾ എ വർഷത്തിലാകട്ടെ, ബി വർഷത്തിലാകട്ടെ, സി വർഷത്തിലാകട്ടെ, തപസ് കാലത്തിലെ ആദ്യത്തെ 2 ഞായറുകൾ, ഒന്നാം ഞായർ അത് മരുഭൂമിയിലേക്ക് പോകുന്നതാണ്. അത് ഈശോയുടെ മരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. രണ്ടാം ആഴ്ചയിൽ ഈശോയുടെ മലമുകളിലേക്ക് കയറുന്നു. അത് ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. തപസ്സുകാലം മുഴുവനും തന്നെ ഈശോയെടുത്ത് മരിച്ചുയർക്കുന്ന അനുഭവമാണ്. അതിൻ്റെ പൂർത്തീകരണമായിട്ട് വരുന്നതാണല്ലോ വിശുദ്ധ വാരം. വിശുദ്ധ വാരത്തിൽ നമ്മൾ ഓശാന ഞായറാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കും. ആ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. എന്നിട്ട് ഈസ്റ്റർ ഞായറാഴ്ച നമ്മുടെ ഈശോയുടെ ഉത്ഥാനം പ്രത്യേകമായിട്ട് ആഘോഷിക്കും. സത്യത്തിൽ ഓരോ ദിവ്യകുർബാനയിലും ഈശോയുടെ മരണവും ഉത്ഥാനവുമാണ് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പം നമുക്ക് ഈശോയോടൊത്ത് ലോകത്തിന്, പാപത്തിന് മരിച്ച് ഈശോയോടൊത്ത് സ്വർഗത്തിന്, ദൈവത്തിനായി നമുക്ക് ഉയർക്കാൻ, ജീവിക്കാൻ സാധിക്കണം. ഇപ്പം നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ വായനയിൽ അബ്രഹത്തിൻ്റെ വിളിയാണ്. അബ്രഹത്തോട് ദൈവം പറയുകയാണ്, നീ നിൻ്റെ വീട്ടുകാരെയും വീടിനെയും നാടിനെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് പോവുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വിട്ട് കൊടുക്കലിൻ്റെ ആവശ്യകതയുണ്ട്. ഇപ്പം നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വിട്ടുകൊടുക്കാനാണ്, വിട്ടുകളയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിർബന്ധ ബുദ്ധികൾ, നമ്മുടെ ആസക്തികൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ വിദ്വേഷങ്ങൾ ഒക്കെ നമുക്കങ്ങോട്ട് വിട്ടുകൊടുക്കണം, വിട്ടുകളയണം നമ്മൾ. എന്നിട്ട് നമുക്ക് ഈശോയോടൊത്ത് ക്ഷമയോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, അതായത് നീ നിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ ദൈവത്തിൻ്റെ ശക്തി ബോധപ്പെടണം. നിൻ്റെ കഷ്ടപ്പാടുകൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, ആവലാതിപ്പെടുകയല്ല വേണ്ടത്, കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. പിന്നെയോ ഈശോയോട് ചേർന്ന് മുന്നേറാനായിട്ട് സാധിക്കണം. ഈശോയുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേർന്ന് ഈശോയുടെ ഉത്ഥാനത്തിലേക്ക് നമ്മൾ മുന്നേറാനായിട്ട് തയ്യാറാകണം. ഇന്നത്തെ സുവിശേഷം പ്രിയപ്പെട്ടവരെ, അത് ഈശോയുടെ താബോർ അനുഭവം എന്ന് പറയാൻ നമുക്ക്, രൂപാന്തരീകരണ അനുഭവം, അതാണ് അവിടെ വെളിവാക്കുക. ഇപ്പോൾ നമ്മൾ മലയിലേക്ക്, നമുക്കറിയാം ബൈബിളിൽ ഈ മലമുകളിലേക്ക് കയറുക എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്നാണ് അർത്ഥം. ഈ രൂപാന്തരീകരണ വേളയിൽ കർത്താവിനോടൊപ്പം കണ്ട 2 പേരുണ്ടല്ലോ, മോശയും ഏലിയായും. ഇവർ 2 പേരും മലമുകളിൽ വെച്ച് ദൈവത്തെ കണ്ട ആൾക്കാരാണ്. മോശ സീനായി മലയുടെ മുകളിൽ ദൈവത്തോടൊത്ത് കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പം ദൈവസന്നിധിയിലേക്ക് കടന്നു എന്ന് ദൈവത്തോടൊത്ത് 40 ദിവസം ചെലവഴിച്ചു എന്ന് പറയുക. അവിടെയാണ് ആ 10 കൽപ്പന, ദൈവത്തിൻ്റെ ആ വചനം ഉൾക്കൊള്ളാനായിട്ട്, സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. ഏലിയ പ്രവാചകനാണെങ്കിലോ ഹോറബ് മലയും ഈ സീനായി മലയും ഒന്ന് തന്നെയാണ്, ദൈവാനുഭവത്തിൻ്റെ മലയാണ്. ആ മലമുകളിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമുണ്ട്. മോശ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഇടിമുഴക്കത്തിലാണ് എങ്കിൽ ഏലിയ കർത്താവിനെ കണ്ടുമുട്ടുന്നത് ഒരു മൃദു സ്വരത്തിലാണ്. അതിനു മുമ്പ് കൊടുങ്കാറ്റും ഭൂകമ്പവും അഗ്നിവർഷവും ഒക്കെ ഉണ്ടായി. എന്നാൽ അത് കഴിഞ്ഞ് വന്ന ആ ശാന്തമായ ഒരു ഒരു ശാന്തമായ ഊഷ്മള കാറ്റ്, അവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം ബോധപ്പെടുന്നത്. അപ്പം ഈ മലമുകളിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടിയ ഏലിയായും മോശയും
കർത്താവിനോടൊത്ത് നിൽക്കുന്ന ആ അനുഭവം നമ്മൾ കാണുവാണ്. ആ മലമുകളിലേക്ക് പോവുക എന്നാൽ ദൈവസന്നിധിയിലേക്ക് പോവുക എന്നർത്ഥം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ മലമുകളിലേക്ക് പോകുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ, കർത്താവിനോടൊത്തൊന്നായിരിക്കാൻ നാം സമയം കണ്ടെത്തണം. അവിടെ കർത്താവിനോടൊത്ത് ഇങ്ങനെ ആയിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ രൂപാന്തരീകരണം അനുഭവിക്കാൻ സാധിക്കുക, കർത്താവിലെ ദൈവികത ദർശിക്കുവാൻ സാധിക്കുക. ആ ദൈവികത ദർശിച്ചുകൊണ്ട് ആ വരാൻ പോകുന്ന പാടുപീടുകളെ സമീപിക്കുവാൻ വേണ്ടി നമുക്ക് ശക്തി ആർജിക്കാനായിട്ട് സാധിക്കുക. രൂപത്തിൽ താബോർ മലമുകളിലേക്ക് കർത്താവ് ശിഷ്യന്മാരെ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരാണ്. കർത്താവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ നമ്മൾ ഈ 3 പേരെ കർത്താവിനോടൊത്ത് പ്രത്യേകം കാണും. പത്രോസിനെയും യാക്കോബിനെയും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനെയും. ജൈറസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ ഈ 3 പേരെയും കൂട്ടിക്കൊണ്ട് കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. പൂങ്കാവനത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് തൻ്റെ അടുത്തിരുന്ന് തന്നോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചത് ഈ 3 പേരെയാണ്. ആ സ്നേഹ കൂട്ടായ്മ, ഒരു രൂപത്തിൽ പറഞ്ഞാൽ ഒരു സഭയുടെ കൂട്ടായ്മ നമുക്കവിടെ അനുഭവിക്കാൻ സാധിക്കണം. നമ്മുടെ തപസ്സുകാലം വെറുതെ ഒറ്റയ്ക്കിരുന്ന് തപസ് ചെയ്യുന്ന ഒരു അനുഭവമല്ല, പിന്നെ ഒരുമിച്ചിരുന്ന് തപസ് ചെയ്യുന്ന അനുഭവമാണ് നമുക്ക്. രൂപത്തിൽ മറ്റ് മതങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് തപസ് ചെയ്യുന്ന രീതിയുണ്ട്. എന്നാൽ ഇവിടെയോ ഒരുമിച്ചിരുന്ന് ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവസാന്നിധ്യം ബോധപ്പെടുന്ന, ദൈവശക്തിയാൽ നിറയപ്പെടുന്ന, ദൈവസ്വരം കേൾക്കുന്ന അനുഭവം, അതാണ് ക്രൈസ്തവരുടെ വലിയ പ്രത്യേകത, ഒരു കൂട്ടായ്മയാണ്. ഒരു രൂപത്തിൽ താബോർ മലമുകളിലുണ്ടല്ലോ, നമ്മൾ 3 കൂട്ടായ്മകളാണ് കാണുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ്, അതിനെയാണ് നാം പരിശുദ്ധ ത്രിത്വം എന്ന് പറയുക. ഈശോ പുത്രൻ, അവിടെ ഈ മേഘം ഇറങ്ങി വന്നു എന്ന് പറയുകയാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ സ്വരം, പിതാവിൻ്റെ സ്വരമാണ് മുഴങ്ങുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അപ്പം ആ പിതാവിൻ്റെ സ്വരം, അപ്പം അവിടെ ആ ദൈവത്തിലെ 3 വ്യക്തികളിങ്ങനെ ഒരുമിച്ചായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വം അവിടെ വെളിപ്പെടുന്ന അനുഭവമാണ് അവിടെ. അതേപോലെ തന്നെ ഈ വചനത്തിൻ്റെ കൂട്ടായ്മയാണ്. അതായത് പഴയ നിയമം എന്ന് പറയുമ്പോൾ നിയമവും പ്രവാചകന്മാരുമാണ്, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ സുവിശേഷമാണ്. അപ്പം നമ്മൾ താബോർ മലമുകളിൽ കാണുന്ന ആ 3 പേരിലെ ഈശോ, മോശ, ഏലിയ. മോശ നിയമത്തെ സൂചിപ്പിക്കുന്നു, ഏലിയ പ്രവചനങ്ങളെ സൂചിപ്പിക്കുന്നു, ഈശോ സുവിശേഷത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ആ ദൈവവചനത്തിൻ്റെ ഒരു കൂട്ടായ്മ, അപ്പം ദൈവികമായ ദൈവത്തിൻ്റെ കൂട്ടായ്മ പരിശുദ്ധ ത്രിത്വം, എന്നിട്ട് ബൈബിളാകുന്ന കൂട്ടായ്മ എന്ന് വേണേൽ പറയാം, വചനത്തിൻ്റെ കൂട്ടായ്മ. അതേപോലെ തന്നെ സഭയുടെ സ്നേഹ കൂട്ടായ്മ, അതാണ് ഈ പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തപസ്സുകാലമുണ്ടല്ലോ, നമുക്ക് ഈ ദൈവിക കൂട്ടായ്മയിൽ, വചനത്തിൻ്റെ കൂട്ടായ്മയിൽ, സഭയിലെ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുമുഖം തിളങ്ങുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ആ രൂപാന്തരീകരണം കാണാനും ദർശിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാനും അതിലൂടെ ശക്തി ആർജിച്ചുകൊണ്ട് അത് തരുന്ന ആ ശക്തിയിൽ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലെ കടമകളെല്ലാം നിറവേറ്റാൻ, നമ്മുടെ സഹനങ്ങളെയൊക്കെ ജീവിക്കാനും അതിജീവിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതിനാണ് അവിടെ ഈ മലമുകളിൽ 3 കൂടാരങ്ങളുണ്ടാക്കാം കർത്താവിന്, മോശയ്ക്ക്, ഏലിയായ്ക്ക് എന്ന് പത്രോസ് പറയുമ്പോൾ നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ദൈവാനുഭവങ്ങൾ എന്നും നിലനിൽക്കുന്ന ഒരു അനുഭവമല്ല. പലപ്പോഴും പലതും 1-2 നിമിഷമാണുള്ളത്. അത് എന്നും നിലനിർത്തണമെന്ന് ആശിക്കും നമ്മൾ. ആ ആശ നല്ലതാണ്, അത് സ്വർഗത്തിൻ്റെ ആശയാണെന്ന് പറയാം. സ്വർഗത്തിലാണ് നിത്യം ആ ദൈവാനുഭവത്തിൽ നമുക്ക് ആയിരിക്കാൻ സാധിക്കുക. പക്ഷേ ഈ ലോകത്തിൽ ദൈവം നമുക്ക് സ്വർഗീയ അനുഭവം തരുന്നത്, ദൈവ അനുഭവം തരുന്നത് നമ്മളെ ശക്തിപ്പെടുത്താനാണ്. വരാൻ പോകുന്ന ആ പാടുപീടുകളെ, രൂപത്തിൽ ഈശോയുടെ തന്നെ പാടുപീടുകൾ കാണുമ്പോൾ അതിൽ ഭയപ്പെടാതെ, നിരാശപ്പെടാതെ, ആകുലപ്പെടാതെ, ധീരതയോടെ അതിനെ അതിജീവിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ ദൈവാനുഭവം തരിക. പ്രിയപ്പെട്ടവരെ, നമ്മൾ തപസ്സുകാലത്തിലൂടെ മുന്നേറുമ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് നല്ലൊരു താബോർ അനുഭവം തരണമേ.
നല്ലൊരു താബോർ അനുഭവം, ഒരു രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം, ഒരു കൂട്ടായ്മയുടെ അനുഭവം, ഒരു വചനത്തിൻ്റെ അനുഭവം, ദൈവത്തെ ദർശിച്ച് ദൈവസ്വരം കേട്ട് ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവേഷ്ടം നിറവേറ്റി ജീവിക്കുന്ന ഒരു ജീവിതം. അങ്ങനെ ജീവിക്കാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ തപസ്സുകാലത്തിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടത് ഈ അനുഭവമാണ്. ഈ തപസ്സുകാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ മരുഭൂമിയിലേക്ക് ഈശോയുടെ പോയി സാത്താനെ പരാജയപ്പെടുത്തുന്ന ആ അനുഭവം തപസ്സുകാലത്തിലെ ആദ്യത്തെ അനുഭവം എന്ന് വേണേൽ പറയാം. അത് കഴിയുമ്പോഴോ നമ്മൾ ഈശോയുടെ മലമുകളിലേക്ക് കയറി ഈശോയുടെ ആ രൂപാന്തരീകരണം കാണുന്ന ഒരനുഭവം. മുഖം തിളങ്ങുന്നു, വസ്ത്രങ്ങൾ തിളങ്ങുന്നു, അതെല്ലാം ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുകയാണ്. ആ ഉത്ഥാനത്തിൻ്റെ ഒരു അനുഭവം, ഒരു മുൻ ആസ്വാദനം, ഒരു ഉപ്പുനോക്കൽ ശിഷ്യന്മാർക്ക് കൊടുത്തത്. അതിനുശേഷം കർത്താവ് അവരെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് വരുന്ന കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഒക്കെ അതിജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ, ആ അതിജീവിച്ച് ഉത്ഥാനത്തിലേക്ക് മുന്നേറുവാനായിട്ട് ശിഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ താബോർ അനുഭവം കൊടുത്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ താബോർ അനുഭവങ്ങളുണ്ട്. കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവം, മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവം. അവിടെ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം ബോധപ്പെടുക, അവിടെ നമ്മൾ കർത്താവിനെ ദർശിക്കുക, അവിടെ കർത്താവിൻ്റെ സ്വരം നാം കേൾക്കുക, കർത്താവിനെ ശ്രവിച്ച് കർത്താവിൽ നിന്ന് ശക്തി ആർജിച്ച് നമ്മുടെ ജീവിതം ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറങ്ങി വരുന്ന ഒരു അനുഭവം, താബോർ അനുഭവം. ഈ അന്നുണ്ടായ താബോർ അനുഭവം പത്രോസ് അപ്പോസ്തലൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലും അതുപോലെ പ്രത്യേകിച്ച് ഈ വെളിപാട് പുസ്തകത്തിലും വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് ഈ താബോർ അനുഭവം. വെറും ഒരു സംഭവം മാത്രമായിട്ടല്ല, ഒരു വലിയ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിട്ട്, ഒരു അനുഭവമായിട്ട്, ഒരു പ്രക്രിയയായിട്ട് യോഹന്നാനും അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ താബോർ അനുഭവങ്ങൾ നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം. നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഈ താബോർ അനുഭവത്തിന് വേണ്ടി നമ്മൾ നോക്കണം. അവിടെ ഉണ്ട് നമുക്ക്, പക്ഷേ അത് കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ നോക്കണം. നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെ നിരന്തരം ഒന്ന് നോക്കാൻ, അതിൽ നിന്ന് ശക്തി ആർജിച്ച് ജീവിതത്തിലെ പരിവർത്തനം വരുത്തിക്കൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മറ്റുള്ളവർക്കെല്ലാം അനുഗ്രഹമായി നമുക്ക് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.